അങ്ങനെ 1.5 മാസത്തെ വെക്കേഷന് ശേഷം ഞങ്ങൾ തിരിച്ച് ജർമ്മനിയിലോട്ട് പോവുകയാണ് കേട്ടോ. കൊച്ചിയിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്. സാധാരണ കൊച്ചിയിൽ നിന്ന് അബുദാബിക്കുള്ള ഫ്ലൈറ്റ് കുറച്ച് അത്യാവശ്യം ലോക്കലായിരുന്നു, കാരണം TV ഒന്നുമില്ല. പക്ഷേ ഫുഡ് നല്ലതായിരുന്നു. ഒരു ദഹി വടയും പായസവും സാധാരണ ബ്രെഡ് അത്ര കൊള്ളില്ലായിരുന്നെങ്കിലും ചിക്കനും റൈസൊക്കെ ആയിട്ടുള്ള ഒരു ഉപ്പേരിയും കൂടിയിട്ടുള്ള മിക്സ് കൊള്ളായിരുന്നു. വിഹാന് പ്രത്യേകം സീറ്റ് ഉണ്ടായിരുന്നെങ്കിലും ഫുഡ് കിട്ടിയപ്പോൾ ഇവൻ കയറി മടിയിലിരുന്നു, സീറ്റ് കയറിയിരുന്നു. പിന്നെ അവനെയും മടിയിലിരുത്തി എങ്ങനെയൊക്കെയോ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. ഈ 4 മണിക്കൂർ TV ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ കുട്ടികളെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാ കടൽ കാണാൻ തുടങ്ങി. അങ്ങനെ അബുദാബിയിൽ ഇറങ്ങി. ജർമ്മനിയിലെ എയർപോർട്ടൊക്കെ വലുതാണെങ്കിലും ഞാൻ കണ്ടത് വെച്ച് എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയത് ഈ അബുദാബിയിലെ ഈ എയർപോർട്ടാണ്. ഇവിടെ കൂടുതലൊന്നും സമയമില്ല, ജസ്റ്റ് 1 അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നേരെ അടുത്ത ഫ്ലൈറ്റ് കയറി ജർമ്മനിയിലോട്ട്. അബുദാബിയിലോട്ടുള്ള ഫ്ലൈറ്റിൽ ഒരു ബുക്കും ക്രയോൺസിൻ്റെ ബോക്സും ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതേപോലെ നാട്ടിലോട്ട് പോകുമ്പോഴും 2 ഫ്ലൈറ്റിലും അത് തന്നെയായിരുന്നു കിട്ടിയത്. പക്ഷേ ഇപ്രാവശ്യം ജർമ്മനിയിലോട്ട് വരുമ്പോൾ ഒരു ബാഗായിരുന്നു കിട്ടിയത്. സൂപ്പർമാൻ തീമിൽ വിഹാന് ബ്ലൂ കളറും ആര്യയ്ക്ക് ഒരു റെഡ് കളർ ബാഗും കിട്ടി. പിന്നെ ഫുഡ് അടിപൊളിയായിരുന്നു. ചീസും കുക്കുംബറൊക്കെ ഇട്ട ഒരു സാലഡും പിന്നെ ഒരു ഡെസേർട്ട് ഉണ്ടായിരുന്നു. അതുകൂടാതെ മെയിൻ ഡിഷ് ചിക്കൻ ആയിരുന്നു. പിന്നെ വിഹാൻ ഒരു കാർട്ടൂണും വെച്ചു കൊടുത്തു. പിന്നെ കുറച്ച് സമയം സുഡോക്ക് കളിച്ചു, പിന്നെ ബബിൾ ഗെയിം കളിച്ചു, പിന്നെ ഒരു ഫിലിം നോക്കി, പിന്നെ ഫ്ലൈറ്റിൻ്റെ മാപ്പിട്ട് കുറേ സമയം നിന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ 6 മണിക്കൂർ തള്ളി നീക്കി. ഗ്രീനറി കാണാൻ തുടങ്ങി. അതിൻ്റെ അർത്ഥം ജർമ്മനി എത്തി ഞങ്ങൾ. ഇനി ജർമ്മനിയിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.